ട്രെയിനിറങ്ങി ഞങ്ങൾ നേരെ പോയത് ല്യൂസേൺ ഫെറി സ്റ്റേഷനിലേക്കാണ്. ഇവിടെ നിന്നും വിറ്റ്സ്നോ വരെ ഇനി ബോട്ടിലാണ് യാത്ര. സ്വിസ് ട്രാവൽ പാസ് ഉള്ളവർക്ക് സെക്കൻഡ് ക്ലാസ് യാത്ര ഫ്രീ ആണ്. ബോട്ടിനകത്ത് റെസ്റ്റോറൻറ്റും വാഷ്റൂമും തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റിഗിയിൽ എത്താനുള്ളതുകൊണ്ട് ല്യൂസേൺ സിറ്റിയും സൈറ്റ് സീയിങ്ങും ഒന്നും നടന്നില്ല. ല്യൂസേണിലും നല്ല നല്ല സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും വിറ്റ്സ്നോയിലേക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം എടുക്കും. ഞങ്ങളുടെ ബോട്ട് ല്യൂസേൺ ലേക്കിലൂടെ ഇങ്ങനെ നീങ്ങുകയാണ്. സ്വിറ്റ്സർലൻഡിലെ 4ാമത്തെ വലിയ ജലാശയമാണ് ലേക്ക് ല്യൂസേൺ. ലേക്ക് ബ്രിയാൻസിനേക്കാളും വലുതാണ് ഈ ല്യൂസേൺ ലേക്ക്. സ്വിസ്സിലെ മറ്റു ജലാശയങ്ങളെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേക ഒരു ആകൃതിയൊന്നും ഈ ലേക്ക് ല്യൂസേണിനില്ല. അതുപോലെ തന്നെ ബ്രിയാൻസ് ലേക്കിന് ഒരു ടർക്കോയിസ് നിറമാണ്, അതായത് ഇളം നീലയും പച്ചയും കലർന്നൊരു നിറം. പക്ഷെ ലേക്ക് ല്യൂസേണിന് കുറച്ചുകൂടി ഒരു കടും നീല നിറമാണ്. ഈ ലേക്ക് ല്യൂസേണിന് ചുറ്റിപ്പറ്റിയാണ് മൗണ്ട് റിഗി, പിലാറ്റസ് ഒക്കെ ഉള്ളത്. വൈകുന്നേരങ്ങളിൽ ഇതിന് ചുറ്റുമുള്ള ബിൽഡിങ്സിലെ ലൈറ്റ് കാരണം ലേക്ക് ല്യൂസേൺ കൂടുതൽ മനോഹരമായിരിക്കും. വെയിലുണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല കാറ്റുള്ളതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. ഇപ്പോൾ വെഗ്ഗീസ് എന്ന സ്റ്റോപ്പായി. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് വിറ്റ്സ്നോ ആണ്. വെഗ്ഗീസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ് വിറ്റ്സ്നോ. വെഗ്ഗീസിൽ ഇറങ്ങിയ കേബിൾ കാർ വഴി മൗണ്ട് റിഗിയിൽ നമുക്ക് എത്താം. അതിനായിട്ട് റിഗി കാൾബാർഗ് എന്ന സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. പക്ഷേ ഗ്രിൻഡൽവാൾഡിൽ ഞങ്ങൾ കേബിൾ കാർ എക്സ്പ്ലോർ ചെയ്ത കാരണം വിറ്റ്സ്നോയിൽ ഇറങ്ങാമെന്ന് കരുതി. കാരണം വിറ്റ്സ്നോയിൽ ഇറങ്ങിയാലാണ് ഇവിടുത്തെ കോഗ്വീൽ ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക. സെൻട്രൽ സ്വിറ്റ്സർലൻഡിലാണ് ലേക്ക് ല്യൂസേൺ ഉള്ളത്. പണ്ടുകാലം തൊട്ടേ നല്ല തെളിഞ്ഞ നീല നിറമുള്ള ല്യൂസേൺ ലേക്ക് ടൂറിസ്റ്റുകളുടെ ഇഷ്ട സ്ഥലമായിരുന്നു. അങ്ങനെ വന്നു തുടങ്ങിയ ടൂറിസ്റ്റുകളാണ് മൗണ്ട് റിഗി, മൗണ്ട് പിലാറ്റസ് തുടങ്ങിയവയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് ഇറങ്ങേണ്ട വിറ്റ്സ്നോ സ്റ്റോപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിറ്റ്സ്നോവിൽ ഇറങ്ങി നേരെ ട്രെയിനിനടുത്തേക്ക് ചെന്നു. 2 ട്രെയിനുകളാണ് അവിടെ നിൽക്കുന്നത്. നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. പക്ഷെ എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ പാസ്സൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അകത്തേക്ക് കടക്കാനാവൂ. വളരെ കുത്തനെയുള്ളൊരു റെയിൽവേ ട്രാക്കാണിത്. ഇത്തരം ട്രാക്കുകളെ റാക്ക് റെയിൽവേ എന്ന് പറയും. ഇതിൻ്റെ റെയിലിൻ്റെ നടുവിലായിട്ട് പല്ല് പോലെയുള്ള ഭാഗങ്ങളുണ്ടാവും. ട്രെയിനിൻ്റെ കോഗ്വീലുകൾ, അതായത് പൽചക്രങ്ങൾ, ഇതിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇതുപോലെ ചെരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ സേഫായി യാത്ര ചെയ്യാൻ ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യും.
മാത്രമല്ല കൺട്രോൾഡ് ബ്രേക്കിങ്ങും അതുപോലെ തന്നെ മഞ്ഞുകാലത്ത് ട്രാക്കിൽ മഞ്ഞ് വീഴുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു സിസ്റ്റം കാരണം ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. യൂറോപ്പിലെ തന്നെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ആണ് ഈ റൂട്ട്. 1871 ഇത് ആരംഭിച്ചത്. അങ്ങനെ ഞങ്ങൾ റിഗി കുളവിൽ എത്താറായിരിക്കണം. നല്ല പൊള്ളുന്ന വെയിലാണ് പുറത്ത്. ക്വീൻ ഓഫ് മൗണ്ടെയ്ൻസ് എന്നാണ് റിഗി അറിയപ്പെടുന്നത്. ദൂരെ മഞ്ഞ് നിറഞ്ഞിട്ടുള്ള ആൽപ്സ് മലനിരകൾ നമുക്ക് കാണാം. മഞ്ഞുകാലത്തും ഇവിടെ നല്ല മഞ്ഞായിരിക്കും. അപ്പോൾ ഈ കാണുന്ന പച്ചപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ സമ്മർ സീസൺ ആയതുകൊണ്ട് ഇവിടെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഈ താഴ്വാരകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ റിഗി കുളമിലെത്തി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആൽപ്സിൽ വരുന്ന പർവ്വതനിരയാണ് റിഗി. ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ് കയറുന്നത്. ഈ മുഴുവൻ മലനിരകൾക്കും ചുറ്റുമായി 3 ജലാശയങ്ങളാണ് ഉള്ളത്. ഞങ്ങൾ സഞ്ചരിച്ച ലേക്ക് ലൂസൺ അതിലൊന്നാണ്. ആൽപ്സിലെ തന്നെ ഷ്വൈസർ ആൽപ്സിൽ വരുന്നതാണ് മൗണ്ട് റിഗി. മൗണ്ട് റിഗിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് റിഗി കുൾമ. ഇവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഒരു 1797 മീറ്റർ ഉയരമാണ് ഉള്ളത്. ഞങ്ങൾ വന്ന സീസൺ സമ്മർ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, അതോ മണാലിയും സിസുവും കസോളും ഒക്കെ കണ്ടത് കൊണ്ടാണോ എന്നും അറിയില്ല. ഇത് കണ്ടിട്ട് പ്രത്യേകിച്ചൊരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല. മാത്രമല്ല ഇവിടെ പല ഭാഗത്തും ഇന്ത്യയുമായി നല്ല സിമിലാരിറ്റി തോന്നിയിരുന്നു. ആകെ ഒരു വ്യത്യാസമായി തോന്നിയത് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലുള്ള തിരക്ക് കാണാനില്ല. അതുമാത്രമല്ല അവിടെ ഇവിടെയൊന്നും വേസ്റ്റുകൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നതും കാണാനില്ല. അപ്പോൾ ശരിക്കും മനസ്സിലാഗ്രഹിച്ചു നമ്മുടെ നാടും ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന്. ഇതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നവർ പരമാവധി വേസ്റ്റുകളൊക്കെ വലിച്ചെറിയാതെ നോക്കിയ നമ്മുടെ നാട്ടിലെ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇതിനേക്കാൾ ഭംഗിയായി തോന്നും. അങ്ങനെ കുറച്ചു നേരം റിഗിയിൽ ചെലവഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകാൻ തയ്യാറായി. ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനിൽ പഴയ മോഡൽ കമ്പാർട്ട്മെന്റ്സ് വരുന്ന 2 ബോഗികളുണ്ടായിരുന്നു. വുഡൻ വർക്കിൽ തീർത്ത മനോഹരമായ കോച്ചുകളായിരുന്നു അത്. ഞങ്ങൾ അതിലാണ് കയറിയത്.
ഇവിടെ നിന്നും ഇനി സ്യൂറിക്കിലേക്കാണ് പോകാനുള്ളത്. അവിടെ ക്ലിഷൻബർഗിലുള്ള ഫേമസ് ആയ ലിൻ ചോക്ലേറ്റ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് രാത്രി 8:30 ബുഡാപെസ്റ്റിലേക്കുള്ള ട്രെയിനിൽ കയറുന്നത് വഴി ഞങ്ങളുടെ സ്വിസ് യാത്ര അവസാനിക്കുകയായി. ഇനിയും ധാരാളം സ്ഥലങ്ങൾ സ്വിറ്റ്സർലൻഡിലുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഒരു തവണ കൂടി അതൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വിസ് യാത്ര അവസാനിക്കുന്നു.